പരീക്ഷണമാണ് ഇത്, പടച്ചവന്റെ പരീക്ഷണമാ. അല്ലാഹു തന്നെയല്ലേ പറഞ്ഞു തന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എടാ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ. അല്ലാഹു തന്നെയാ പറയുന്നത്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. നിന്നെ പരീക്ഷിക്കാനാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാണ്, നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഇന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു നമ്മളോട് ചോദിക്കുകയാ, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നും നേരിടാതെ നീ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് കരുതുന്നു? ഇല്ല ചെറുപ്പക്കാരാ, ഇല്ല പെങ്ങള്, അല്ലാഹു എന്നെയും നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കാരാ. അല്ലാഹു തന്നെ പറയുകയാ, എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു, ഞാൻ എന്റെ അടിമകളെ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനകസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരികയാ, എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? എനിക്കിഷ്ടപ്പെട്ടവര് എന്റെ അടിമകളെ ഞാൻ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ? അവന് ഭയം കൊടുത്ത് പരീക്ഷിക്കും, അവന് പട്ടിണി കൊടുത്ത് പരീക്ഷിക്കും, അവന് കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കും, അവന്റെ കച്ചവടം മുഴുവനും തകർത്തിട്ട് ഞാൻ പരീക്ഷിക്കും, മാരക രോഗങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കും, സ്വന്തം മക്കളുടെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കിയിട്ട് അല്ലാഹു തന്റെ അടിമകളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്നെയാ പറഞ്ഞത്, മനുഷ്യ നിന്നെ ഞാൻ പരീക്ഷിക്കാൻ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് കടം തന്നത്, നിനക്ക് രോഗം തന്നത്, നിന്റെ കച്ചവടം നഷ്ടത്തിലാക്കിയത്, നിന്നെ മക്കളെ മരിപ്പിച്ചത്, നിന്നെ ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ തരുന്നത് അല്ലാഹു നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാ, സ്നേഹമുള്ളത് കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമയ്ക്ക് സ്വർഗ്ഗം നിർബന്ധമാണ്. അല്ലാഹു പറയുന്നു, എനിക്ക് ചില അടിമകളുണ്ട്, ആ അടിമയ്ക്ക് സ്വർഗ്ഗം നിർബന്ധമാ. 10-60 വർഷക്കാലം, 30, 40, 50 വർഷക്കാലം ആ മനുഷ്യൻ ജീവിക്കും. പക്ഷേ സ്വർഗ്ഗത്തിൽ കടക്കാറുള്ള ഒരു നല്ല കാര്യവും ആ മനുഷ്യന് ചെയ്തിട്ടില്ല. അവസാനം സ്വർഗ്ഗം കൊടുക്കാൻ അല്ലാഹു ആ മനുഷ്യന് മാരക രോഗങ്ങൾ കൊടുക്കുകയാ, ദുഃഖങ്ങൾ കൊടുക്കുകയാ. എന്നിട്ട് ആ ദുഃഖത്തിനെ കൊണ്ട് രോഗം കൊടുത്തിട്ട് അവന് ശമിക്കുകയാ. അതിനു പകരം അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് ദുഃഖവും ദുരിതവും തരുന്നത്, ഇഷ്ടമുള്ളത് കൊണ്ടാണ്.